ഒരു ചിരിക്കുന്ന മുഖം, എല്ലാവരോടും ചിരിക്കുന്ന മുഖത്തോടെ തങ്ങൾ സംസാരിക്കുക. ഞങ്ങളൊക്കെ വയലിൻ്റെ സദസ്സിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വായിരിക്കും മോനെ ഉസ്താദേ ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനത്തോടെ, അതാ എൻ്റെ പ്രിയപ്പെട്ടവരല്ലാതെ നെഞ്ചും വിരിച്ച് നടക്കുന്നവരൊന്നും ആയിരുന്നില്ലവർ. അവർക്കറിയാം അവരൊക്കെ അഹ്ലു ബൈത്താണ്. വളരെ താഴ്മയായിരുന്നു, വളരെ വിനയമായിരുന്നു. അവരാരും പറയുന്നില്ല ഞങ്ങൾ ആദരിക്കണം, ഞങ്ങളെ ബഹുമാനിക്കണം. അവർ പറയണില്ലല്ലോ. നിങ്ങളാരെങ്കിലൊക്കെ ആ തങ്ങന്മാരെ കാണുമ്പോൾ എന്ത് അത് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാം അവരെ മനസ്സിലാക്കണം, അവരെ പഠിക്കണം. അതുകൊണ്ട് ആ തങ്ങന്മാർ അൽഹംദുലില്ലാ അവർ പറയുന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വെട്ടാൻ ആരും നിൽക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണവർ. അവർ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെയുള്ള ഒരു തങ്ങളാണ് ഈ അടുത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു, പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മയ്യത്തടക്കുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് പാതിരാത്രിയിൽ ഖബറടക്കി? അവിടെയാ ചിന്തിക്കേണ്ടേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പാതിരാത്രിയിൽ ഖബറടക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം അവർക്ക് നിയന്ത്രിക്കാം. എന്തിനാപ്പാ? നമ്മുടെ മഹാനായ ശൈഖുന ജബ്ബാർ ഉസ്താദ് അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ കിലോമീറ്ററുകളോളം ആൾ ക്യൂ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല ഇത്രയും ജനം കണ്ട ഒരു നാളില്ലായിരുന്നു. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ സമസ്തയുടെ പ്രസിഡന്റ് പോലും പറഞ്ഞത് ഞാൻ പള്ളിപ്പറമ്പിലാണ് ഖബറിൻ്റെ അടുക്കലാണ് നിസ്കരിച്ചതെന്ന്. ആലോചിക്കുക. അപ്പോൾ ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം മയ്യത്തെടുക്കാൻ പോലും ആ രാത്രിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. കാരണം ഒന്ന് അവസാനമായിട്ടൊന്ന് കാണാൻ മൊബൈലിലൂടെ കണ്ടപ്പോൾ കണ്ടില്ലേ മനുഷ്യ, എന്തൊരു വെളിച്ചമെന്നറിയോ. സത്യം പറഞ്ഞാൽ മരിച്ചെന്ന് തോന്നുന്നില്ല അവരൊക്കെ. തങ്ങളുപ്പാക്ക കടക്കുമ്പോൾ അവരുടെ ആ മുഖത്ത് ഒരു പ്രകാശം, ഒരു എന്തോ ഒരു ജീവിച്ചിരുന്നതിനേക്കാളും ഗ്ലാമർ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി വീടിനകത്ത് ഇങ്ങനെ കടത്തിയിരിക്കുക. എല്ലാവരും വല്ലാത്ത കരച്ചൽ, വല്ലാത്ത നിലവിളി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായിട്ട് നടക്കുക. ആരാടാ പറയണേ നബി മരിച്ചെന്ന്? കൊന്നുകളയും. തൻ്റെ ബോധം നഷ്ടപ്പെട്ട രീതിയിൽ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിട്ടിരുന്ന തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് പടച്ചോനെ ആ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അബൂബക്കർ തങ്ങൾ ചോദിച്ചു അത്ര, ഇത് എന്താ നബിയെ ചിരി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച്, ആ കിടക്കുന്ന മുത്തി നബിയോട് ചോദിച്ച്, ഇതെന്ത് കിടപ്പാ നബി? നിങ്ങൾ ജീവിച്ചിരുന്നപ്പോഴും നിങ്ങൾ വഫാത്തായപ്പോഴും ഇതെന്താ മണം, എന്താ പ്രകാശം, എന്തൊരു പുഞ്ചിരിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തങ്ങളോട് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ. എന്താ സഹോദര, എന്തൊരു വെളിച്ചമാ, എന്തൊരു പ്രകാശമാ, എന്തൊരു ചൈതന്യമാ. ഇനി മയ്യത്ത് നമസ്കാരമില്ല, ഖബറടക്കണം. നിങ്ങളൊന്ന് വിട്. എന്താ പറയുക നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഇത്രയും വലിയൊരു പവറുണ്ടോ? ഇങ്ങനെ ആരെയും കാണിക്കാനില്ല. മയ്യത്ത് ഖബറടക്കട്ടെ. എത്ര വട്ടവാടോ നിസ്കരിക്കണേ. നമ്മളൊക്കെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നോക്കും, എത്ര സപ്പുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ, വാ നിസ്കരിക്കാം, വിളിച്ച് കയറ്റുക. ഒരാളുടെ മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചിട്ട് ചോദിക്കും, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. പള്ളിപ്പറമ്പിലേക്ക് അവസാനം കൊണ്ടുപോകുമ്പോൾ ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ, കണ്ടോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ ഒന്ന് വിടടോ കൊണ്ട് ഖബറടക്കട്ടെ, ഒന്ന് നിസ്കാരം നിർത്തി എന്ന് പറയുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നാനാഭാഗത്ത് നിന്ന് ജനങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ 100 പേര് പങ്കെടുക്കണം. അള്ളാഹു ഭാഗ്യതരുമാറാകട്ടെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് 100 പേര് വരണേന്ന്. 100 പേരെങ്കിലും മയ്യത്ത് നിസ്കാരത്തിൽ വേണം. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, 100 പേര് അള്ളാഹുവിൻ്റെ മുന്നിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു 100 പേര് ദുആ ചെയ്താൽ ആ ദുആ തള്ളപ്പെടില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,